ഒരേ ഒരു റൺ, ആ ഒരൊറ്റ റണ്ണിങ്ങിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിൻ്റെ ബലത്തിൽ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ. തോൽവിയുടെ വക്കിൽ നിന്നാണ് കേരളം സെമി ടിക്കറ്റ് പൊരുതി നേടിയത്. ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെതിരെ സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ ആ ഒരു റണ്ണിൻ്റെ ലീഡിൻ്റെ ബലത്തിൽ കേരളം സെമിയിലേക്ക് മുന്നേറി. തോൽക്കാൻ തയ്യാറാകാതെ സൽമാൻ നിസാർ 2 ഇന്നിംഗ്സുകളും നടത്തിയ പോരാട്ടമാണ് കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തായത്. രണ്ടാം ഇന്നിംഗ്സിൽ മുഹമ്മദ് അസറുദ്ദീനും സൽമാനൊപ്പം ഉജ്ജ്വല ചെറുത്തുനിൽപ്പ് തന്നെ നടത്തി. അസറുദ്ദീൻ 118 പന്തിൽ നിന്ന് 67, സൽമാൻ 162 പന്തിൽ നിന്ന് 44 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. സെമിയിൽ ഗുജറാത്താണ് കേരളത്തിൻ്റെ എതിരാളി. ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിലാണ് മത്സരം. രണ്ടാം സെമിയിൽ മുംബൈയും വിദർഭയും മത്സരിക്കും. 2018-2019 സീസണിലാണ് ഇതിക്ക് മുമ്പ് കേരളം രഞ്ജി ട്രോഫിയിലെത്തിയത്. അന്ന് സെമിയിൽ വിദർഭയോട് പരാജയപ്പെടുകയായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീർ ഉയർത്തിയ 399 റൺസ് വിജയലക്ഷ്യവുമായി 5-ാം ദിനം ബാറ്റിംഗ് തുറന്ന കേരളം വളരെ ശ്രദ്ധയോടെയാണ് കളിച്ചത്. ജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ തോൽക്കാതിരിക്കാനാണ് കേരളം ശ്രദ്ധിച്ചത്. മത്സരത്തിൽ തോൽക്കാതിരുന്നാൽ തന്നെ കേരളത്തിന് സെമിയിലെത്താമെന്ന സ്ഥിതിയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൻ്റെ നിർണായക ലീഡ് നേടാനായതാണ് ടീമിന് രക്ഷയാതെ. മത്സരം സമനിലയായതിനാൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡായ 1 റൺസിൻ്റെ ബലത്തിൽ കേരളം സെമിയിലേക്ക് കടക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ജമ്മു കാശ്മീർ 280 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 399 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലും ഡിക്ലെയർ ചെയ്തിരുന്നു. കേരളം ഒന്നാം ഇന്നിംഗ്സിൽ 281 റൺസ് അടിക്കുകയും 1 റൺസിൻ്റെ ലീഡ് എടുക്കുകയും ചെയ്തിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം കളി അവസാനിപ്പിക്കുമ്പോൾ 295 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. ഏതായാലും കേരളത്തിൻ്റെ പുലിക്കുട്ടികൾ പൊരുതു നേടിയ ഈ വിജയത്തോടെ 100% ആത്മാർത്ഥതയാണ് കാണിച്ചത് എന്ന് വേണം പറയാൻ. നാം അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വാർത്ത നാം ശ്രദ്ധിക്കാതെ പോകരുത്.